ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാൻ യു സേ ദാറ്റ് അഗെയിൻ എന്നാണ്. അതിൻ്റെ സെൻറ്റൻസ് ഒക്കെ എങ്ങനെ വരും എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാൻ യു സേ ദാറ്റ് അഗെയിൻ, അത് നിങ്ങൾക്ക് ഒന്നും കൂടി പറയാമോ എന്നാണ്. മഹേഷ്: ഹലോ, ഹായ് വിജയ്, ഹൗ ആർ തിങ്സ് അറ്റ് ദി ഓഫീസ്? നമ്മളെ ഹലോ, ഹായ് വിജയ്, എങ്ങനെ പോകുന്നു ഓഫീസിലെ കാര്യങ്ങൾ? വിജയ്: ഹായ് മനീഷ്, ഹൗ ആർ യു? ഹായ് മനീഷ്, എങ്ങനെയുണ്ട്? ക്യാൻ യു പ്ലീസ് സ്റ്റോപ്പ് ആൻഡ് പിക്ക് അപ്പ് എക്സ്ട്രാ പേപ്പർ ഫോർ ദാറ്റ് കമ്പ്യൂട്ടർ പ്രിന്റർ? നിങ്ങളൊന്ന് നിന്നിട്ട് അവിടെ പോയിട്ട് എനിക്ക് എക്സ്ട്രാ പേപ്പർ ഒന്ന് പിക്ക് ചെയ്ത് വരാമോ, കമ്പ്യൂട്ടർ പ്രിന്ററിന് വെക്കാനായിട്ട്? മനീഷ്: വാട്ട് ഡു യു സേ? ക്യാൻ യു റിപ്പീറ്റ് ഇറ്റ്? നീ പറഞ്ഞത് ഒന്നും കൂടി പറയുമോ? എനിക്ക് മനസ്സിലായില്ല എന്ന് പറയത്തില്ല. നീ എന്താ പറഞ്ഞത്, ഒന്നും കൂടി പറയോ എന്ന് നമ്മൾ പറയത്തില്ല. അത് പ്ലീസ് ഡിഡ് യു സേ ടു പിക്ക് അപ്പ് എക്സ്ട്രാ പേപ്പർ ഫോർ ദാറ്റ് പ്രിന്റർ? നീ പറഞ്ഞത് എക്സ്ട്രാ പേപ്പർ പിക്ക് ചെയ്യണമെന്നാണോ? സോറി, ദ ഫോൺ ഈസ് കട്ടിങ്. ആ ഫോൺ ആണെങ്കിൽ കട്ടായി പോകും, അതുകൊണ്ട് കേട്ടില്ല എന്ന് പറയത്തില്ല. അത് പിന്നെ വിജയ്: ക്യാൻ യു ഹിയർ മീ നൗ? ഇപ്പൊ നിനക്ക് കേൾക്കാമോ? നോ, ഐ നീഡ് മോർ കമ്പ്യൂട്ടർ പേപ്പർ. എനിക്ക് ഇനിയും കുറെ കമ്പ്യൂട്ടറിന് ആവശ്യത്തിന് പേപ്പർ വേണം. ലിസൺ, കേൾക്കൂ. ഐ വിൽ ടെസ്റ്റ് യു എക്സാക്ട്ലി വാട്ട് ഐ നീഡ്. എനിക്ക് എന്താ വേണ്ടതെന്ന് ഞാൻ നിനക്ക് ടെസ്റ്റ് ചെയ്ത് പറയാം. താങ്ക്സ് മനീഷ്, ടോക്ക് ടു യു ലേറ്റർ. അപ്പോൾ അവൻ പറയാണ്, താങ്ക്സ് മനീഷ്, ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. മനീഷ്: താങ്ക്സ് വിജയ്, സോറി മൈ ഫോൺ ഹാസ് റിയലി ബാഡ് റിസപ്ഷൻ ഹിയർ. എൻ്റെ ഫോൺ ശരിയല്ല, സോറി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. താങ്ക്സ്, സോറി എന്നൊക്കെ പറയത്തില്ല. ഇതിൽ തന്നെ താങ്ക്സ് പറഞ്ഞത് അവൻ പേപ്പർ കൊണ്ട് ഫോണിൽ മെസ്സേജ് ഇടാമെന്ന് പറഞ്ഞു. അതിന് മഹേഷ് താങ്ക്സ് പറയാണ്. വിജയ് പിന്നെ സോറിയും പറയാണ്. താങ്ക്സ് വിജയ് എന്ന് പറഞ്ഞിട്ട് സോറി, എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ അതാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈയും പിന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അത് ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. സോ അപ്പോൾ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഞാൻ അപ്പം പറയുന്നതായിരിക്കും. ക്ലാസ്സിൽ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾ ആ നമ്പറിൽ വിളിക്കുവാണെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ അപ്പം പറയുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ അത്രയേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത ഒരു ക്ലാസ് ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ബൈ.